ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു മിന്ത്ര ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിന്ത്രയിൽ നിന്നുള്ള കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആണ്. നമുക്ക് ഇതിലേക്കൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈദ് ഔട്ട്ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ടാണ്. നമുക്ക് വേറെ സൽവേഴ്സും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാഷ്വലായിട്ട് വെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റിയിട്ടുള്ള ഒരു ഷർട്ടാണ് ഞാൻ കാണിക്കുന്നത്. നല്ലൊരു സാറ്റിൻ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ഗോൾഡൻ ടച്ചിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുള്ള. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വെയർ ചെയ്യുക. അപ്പോൾ ഇതിന് സൽവാർ സ്യൂട്ട് അങ്ങനത്തെ ഒന്നും വെയർ ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷർട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര അഫോർഡബിൾ ആണ്. 500 സംതിങ് ആ ഒരു റേഞ്ചിലായിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു കഫ്താൻ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ. സ്ലീവ്സും കാര്യങ്ങളും സ്ലീവ്സിൻ്റെ അകത്ത് ഇതുപോലെ ഫുൾ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോളർ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ബട്ടൺസ് ഒക്കെ നോക്കിയാൽ ആ ഒരു കളറിൽ, ആ ഒരു ഗോൾഡൻ ടച്ചിൽ വന്നിട്ടുള്ള കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഞാൻ ചൂസ് ചെയ്ത സൈസ് മീഡിയം ആണ്. സൈസ് ഞാൻ ലാർജ് ആട്ടോ. 1 സൈസ് അപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 സൈസ് അപ്പ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിൽ കിട്ടും. നിങ്ങൾക്ക് ഇതിന് ഈ ഒരു ഷർട്ട് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയിലും നല്ല അഫോർഡബിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ഷർട്ട് തന്നെയാണ്. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതാണ് കേട്ടോ. നല്ലൊരു ഗ്രേ കളറിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. നമ്മൾ നോർമൽ ഷർട്ടിൻ്റെ ഒക്കെ പോലെ തന്നെ കോളർ ഇതുപോലെയാണ്. ഇത്രയും പോർഷൻസ് ഓപ്പൺ ആണ് കേട്ടോ. നമ്മൾ പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് അതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ സ്ലീവ്സ് നോർമൽ നമ്മൾ ഷർട്ടിൻ്റെ ഒക്കെ പോലത്തെ സ്ലീവ് ആട്ടോ. അതാ ഇതുപോലെ ആട്ടോ സ്ലീവ്സ് വന്നിട്ടുള്ള ഇവിടെ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതിൻ്റെ സൈസും ഞാൻ ലാർജാണ് ചൂസ് ചെയ്തത്. ലാർജ് ഒരു 1 സൈസ് അപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. മീഡിയം ഒന്നെങ്കിൽ നോർമൽ സൈസ് അല്ലെങ്കിൽ 1 സൈസ് അപ്പ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഈ 2 സൈഡിലും ഇങ്ങനെ കേട്ടോ. ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു സ്ലിറ്റൊക്കെ വന്നിട്ടുള്ള കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കേട്ടോ. ഒരു ഫ്രണ്ടിൽ 2 സൈഡിലും ഇതുപോലെ സ്ലിറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. അപ്പം ലെങ്ത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് ഒരു 500-600 ആ റേഞ്ചിലാട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് വർത്ത് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. അപ്പോൾ നമുക്ക് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് കാണാം. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്നത് നമുക്ക് ഇതിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 2 പീസ് സെറ്റാണ് കേട്ടോ. 2 പീസ് സെറ്റാണ്. ദുപ്പട്ട വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ടോപ്പ് ഇതുപോലെയാണ്. ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. നല്ലൊരു ഡാർക്ക് ആൻഡ് ലൈറ്റ് പിങ്ക് ഒക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇതുപോലെയാണ്. നെക്ക് വി നെക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഒരു സിൽക്ക് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ്. നല്ല കേട്ടോ. ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇതുപോലെ നല്ല ലൂസ് ഫിറ്റ് ആയിട്ടുള്ള സ്ലീവ് ആണ്. അപ്പോൾ ഇതിന്റെ പാൻസ് വന്നിട്ട് ഇതുപോലെ കേട്ടോ. പാൻസ് ഇതിന്റെ പാൻറ് ഇങ്ങനെയാണ് കേട്ടോ. വേസ്റ്റിൽ എലാസ്റ്റിക് വന്നിട്ടുള്ളത്. നല്ലൊരു സ്ട്രെയിറ്റ് ഫിറ്റ്, അത്യാവശ്യം നല്ല ഒരു പലാസോ ഫിറ്റ് അല്ല, നല്ല നോർമൽ ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു പാൻസ് ആണ്. ഇതുപോലെ ഒരു സിൽക്ക് ബ്ലെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് തന്നെ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഗുഡ് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഇതിന്റെ ടോപ്പ് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ. ടോപ്പ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ട് ഒരു ഷറാറ സെറ്റ് പോലത്തെ ആ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ടോപ്പ് ഇങ്ങനെയാണ് റൗണ്ട് നെക്കൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഈ ഒരു ത്രെഡിൻ്റെ വർക്ക് ഉണ്ട് കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ വർക്ക്. പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ പ്ലീറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഇതുപോലെയാണ്. സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ അറ്റത്ത് ഫുൾ ഈ ഒരു ത്രെഡ് വർക്കാണ്. അതുപോലെ ഇങ്ങനെ ഇവിടെ ഈ ഒരു അറ്റത്ത് ഈ ഒരു എന്താ പറയുക ലേസും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു സിൽക്ക് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയിലായിട്ട് വന്നിട്ടുള്ള അതിൻ്റെ മെറ്റീരിയൽ നോക്കിയാൽ നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടുള്ള ആ ഒരു സിൽക്ക് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ 2 സൈഡിലും ഇതുപോലെ സ്ലിറ്റ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് കേട്ടോ. അതിൻ്റെ ടോപ്പ് ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ള. പിന്നെ പാൻസ് വന്നിട്ട് ഈ ഒരു സെയിം കളറിൽ ഫുൾ പലാസോ ഫിറ്റിൽ വന്നിട്ടുള്ള നല്ല ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു പാൻസാണ്. ഇതുപോലെ കേട്ടോ പാൻറ് വന്നിട്ട്. പാൻറ്റിൻ്റെ വേസ്റ്റ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ നല്ല ലൂസായിട്ടുള്ള ഒരു പാൻസ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. സെയിം ആ ഒരു കളറാണ്. വേറെ വർക്കും കാര്യങ്ങളൊന്നും പാൻറ്റിൽ വരുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. ബട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് കൂടി കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയുക ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ടുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സെയിം കളറിൽ ഫുൾ ഈ ഒരു ലേസാണ് ഇതിൻ്റെ എൻഡിലൊക്കെ കൊടുത്തിട്ടുള്ള.
ഈ ഒരു ദുപ്പട്ടയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിലും വിട്ടിലിട്ടാണ് ദുപ്പട്ട വരുന്നത്. എൻഡിൽ ഇതുപോലെ ഈ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊരു പേസ്റ്റൽ പിങ്ക് കളറാണ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ്, നല്ലൊരു ഷെയ്ഡ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്, ഒരു 3 കളേഴ്സ് അവൈലബിൾ ആണ്. യെല്ലോ, ഗ്രീൻ, അങ്ങനെ 2-3 കളേഴ്സും കൂടെ അവൈലബിൾ ആണ്. എല്ലാം അടിപൊളിയായിട്ടുള്ള കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തത് 1 സൈസ് അപ്പ് എടുത്തിട്ടുണ്ട്, ലാർജ് ആണ് എടുത്തത്. നിങ്ങളും അതുപോലെ എടുക്കുക. അപ്പോൾ കുറച്ചൊരു ലൂസ് ഫിറ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫിറ്റിൽ കിട്ടും. അപ്പോൾ 1 സൈസ് അപ്പ് എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1300 ആണ് എനിക്ക് തോന്നുന്നു. ആ ഒരു പ്രൈസിനാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരാം, ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞെന്ന് വരാം. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഭയങ്കര വേർത്താണ് കേട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിന് പറ്റിയിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലിങ്ക് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോയുടെ താഴെ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് DM-ൽ ഡയറക്റ്റായിട്ട് ലിങ്ക് കിട്ടും കേട്ടോ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.